അള്ളാഹുവിൻ്റെ റസൂലിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ അവർ ലോകത്തിലുള്ള മുഴുവൻ സ്ത്രീകൾക്കും വിശിഷ്യ മുസ്ലിം സ്ത്രീകൾക്ക് ഉന്നതമായ മാതൃകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അൻ-നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വ അസ്വാജുഹു ഉമ്മഹാതുഹും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മറ്റെല്ലാവരേക്കാളും അവരോട് അടുത്തു നിൽക്കുന്ന വ്യക്തിത്വമാണ്. ആ പ്രവാചകന്റെ ഭാര്യമാരാകട്ടെ വിശ്വാസികളുടെ ഉമ്മമാരുമാകുന്നു. ലോകത്തിലുള്ള മുഴുവൻ വിശ്വാസികളുടെയും ഉമ്മമാരാണ് നബിയുടെ ഭാര്യമാർ. ആ പദത്തിൽ തന്നെ, നിങ്ങളുടെ ഉമ്മമാരാണ് എന്ന പദത്തിൽ തന്നെ അവരുടെ സ്ഥാനവും അവരുടെ മഹത്വവും അവർ എത്രമാത്രം മുസ്ലിം ഉമ്മത്തിന് മാതൃകയുമാണ് എന്ന് വ്യക്തമാവുന്നതാണ്. അതുകൊണ്ടാണ് അവർ ഉമ്മമാരാണ് എന്ന് പറഞ്ഞപ്പോൾ ഉലമാക്കൾ അതിനെ വിശദീകരിച്ചത് ഫീ വുജൂബിൽ ബിർരി വൽ ഇഅ്ലാമി വത്തൗഖീരി വൽ ഇക്റാം. അവരോട് കാണിക്കുന്ന പുണ്യത്തിൽ, അവർക്ക് മഹത്വം കൽപ്പിക്കുന്നതിൽ, അവരെ ആദരിക്കുന്നതിൽ, അവരെ ബഹുമാനിക്കുന്നതിൽ നിങ്ങളുടെ ഉമ്മമാരെ പോലെയോ അതിനേക്കാൾ അപ്പുറത്തോ അവരെ കാണേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ നിസാ അൻ-നബിയ്യി ലസ്തുന്ന കഅഹദിൻ മിനൻ നിസാ. ഓ പ്രവാചകന്റെ ഭാര്യമാരെ, ലസ്തുന്ന കഅഹദിൻ മിനൻ നിസാ, നിങ്ങൾ മറ്റുള്ള സ്ത്രീകളെ പോലെയല്ല. ആ പറഞ്ഞതിൽ നിന്ന് ലോകത്തിലുള്ള മറ്റു സ്ത്രീകളെക്കാളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർക്ക് പ്രത്യേകത കൽപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് അതിനെ വിശദീകരിച്ചുകൊണ്ട് ഉലമാക്കൾ പറഞ്ഞത് അൻതുന്ന അക്റമു അലയ്യ വസവാബുകുന്ന അഅ്ളമു ലദയ്യ. എൻ്റെ അടുക്കൽ ഏറ്റവും ആദരിക്കപ്പെട്ട സ്ത്രീകളാണ് നിങ്ങൾ. നിങ്ങളുടെ പ്രതിഫലമാകട്ടെ ലോകത്തുള്ള മറ്റു എല്ലാ സ്ത്രീകളെക്കാളും ഉന്നതമായ പ്രതിഫലമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർക്കുള്ളത്. അപ്പോൾ അത്രയും വലിയ ഒരു സ്ഥാനമാണ് അവർക്കുള്ളത്. ഈ ദുനിയാവിന് പകരം അള്ളാഹുവിനെയും റസൂലിനെയും പരലോകത്തെയും തെരഞ്ഞെടുത്തവരാണവർ. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നബിയുടെ ഭാര്യമാരായി നിൽക്കാനോ അല്ലെങ്കിൽ ദുനിയാവിൻ്റെ സുഖം തേടി മറ്റുള്ളവരുടെ കൂടെ പോകാനോ ഉള്ള ഒരു ചാൻസ്, ഒരു ഇഖ്തിയാർ, ഒരു തെരഞ്ഞെടുപ്പ് നൽകിയ സന്ദർഭം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വ ഇൻ കുൻതുന്ന തുരിദിനല്ലാഹ വ റസൂലഹു വദ്ദാറൽ ആഖിറ ഫഇന്നല്ലാഹ അഅദ്ദ ലിൽ മുഹ്സിനാതി മിൻകുന്ന അജ്റൻ അദീമ. നിങ്ങൾ അല്ലാഹുവിനെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, റസൂലിനെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, അഥവാ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും പൊരുത്തമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ, വദ്ദാറൽ ആഖിറ, പരലോകവുമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ, നിങ്ങളിൽ മുഹ്സനാത്തുകളായ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വമ്പിച്ച പ്രതിഫലം ഒരുക്കി വച്ചിരിക്കുന്നു. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പറഞ്ഞു, അറദ്നാ റസൂലല്ലാഹ് അറദ്നല്ലാഹ വ റസൂലഹു വദ്ദാറൽ ആഖിറ. ഞങ്ങൾ അള്ളാഹുവിനെയാണ് ഉദ്ദേശിക്കുന്നത്, ഞങ്ങൾ റസൂലിനെയാണ് ഉദ്ദേശിക്കുന്നത്, ഞങ്ങൾ പരലോകമാണ് ഉദ്ദേശിക്കുന്നത്, ദുനിയാവിൻ്റെ സുഖങ്ങൾ ഞങ്ങൾക്ക് വേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ പരലോകത്തെ തെരഞ്ഞെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ അവരുടെ സ്വഭാവ വിശേഷണങ്ങളെ സംബന്ധിച്ച് പറയുന്നിടത്ത് പരിശുദ്ധ ഖുർആനിൽ സൂറത്തു തഹ്രീമിൽ നമുക്ക് കാണാൻ സാധിക്കും, അസാ റബ്ബുഹു ഇൻ ത്വല്ലഖകുന്ന അൻ യുബ്ദിഹു അസ്വാജൻ ഖൈറൻ മിൻകുന്ന മുസ്ലിമാത്തിൻ മുഅ്മിനാത്തിൻ ഖാനിതാത്തിൻ തായിബാത്തിൻ ആബിദാത്തിൻ സായിഹാത്തിൻ സയ്യിബാത്തിൻ വഅബ്കാറ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങളെ എങ്ങാനും വിവാഹമോചനം ചെയ്യുകയാണെങ്കിൽ നിങ്ങളെക്കാൾ അള്ളാഹുവിന് കീഴൊതുങ്ങുന്ന, അള്ളാഹുവിലും റസൂലിലും വിശ്വസിക്കുന്ന, അള്ളാഹുവും റസൂലും കൊണ്ടുവന്നതിനെ സത്യപ്പെടുത്തുന്ന, ധാരാളമായി അള്ളാഹുവിലേക്ക് വിനയപ്പെടുന്ന, ധാരാളമായി ഇബാദത്തുകൾ ചെയ്യുന്ന, ധാരാളമായി നോമ്പ് നോൽക്കുന്ന കന്യകകളും അല്ലാത്തവരുമായ ഭാര്യമാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നാം നൽകുന്നതാണ്. അതിൻ്റെ തഫ്സീറിൽ പണ്ഡിതന്മാർ പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരെയും ത്വലാഖ് ചൊല്ലിയിട്ടില്ല. അതിൻ്റെ അർത്ഥം ഈ പറയപ്പെട്ട ഗുണങ്ങളിൽ അവരെക്കാൾ മെച്ചപ്പെട്ട ആരും അവിടെ ഉണ്ടായിരുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭാര്യമാരായി തെരഞ്ഞെടുത്തത് ഏറ്റവും ഉത്തമ
ഉത്തമരായ സ്ത്രീകളെയാണ്, അതിനേക്കാൾ മെച്ചപ്പെട്ടവർ അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് തഫ്സീറുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അത്രയും മഹത്വമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർക്കുള്ളത്, നമ്മുടെ ഉമ്മമാർക്കുള്ളത്. അതിൽ ചിലർക്ക് മറ്റു ചിലരേക്കാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ശ്രേഷ്ഠത നൽകി എന്ന് മാത്രമല്ല, അവരുടെ മഹത്വം നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അതിൽപ്പെട്ട ഒരാളാണ് സൈനബ് റളിയല്ലാഹു തആല അൻഹ. നമ്മുടെ ഉമ്മയായ സൈനബ് ബിൻത് ജഹ്ഷ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃ സഹോദരിയായ ഉമൈമ ബിൻതു അബ്ദുൽ മുത്തലിബിന്റെ മകളാണ് സൈനബ് റളിയല്ലാഹു തആല അൻഹ. പരിശുദ്ധ ഖുർആനിൽ പേരെടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും ലമീർ കൊണ്ട് സൂചിപ്പിക്കപ്പെട്ട ഭാര്യമാരിൽപ്പെട്ടവരാണ്. സവ്വജ്നാകഹ എന്നാണ് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. അവളെ നിനക്ക് ഞാൻ വിവാഹം ചെയ്തു തന്നിരിക്കുന്നു. ആരാണ് പറയുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല. അല്ലാഹു പറയുകയാണ്, സൈനബ് റളിയല്ലാഹു തആല അൻഹയെ നബിയെ താങ്കൾക്ക് നാം ഇണയാക്കി തന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സൈനബ് റളിയല്ലാഹു തആല അൻഹ പറയാറുണ്ട്, സവ്വജകുന്ന അഹാലീകുന്ന, മറ്റു ഭാര്യമാരോട്, നിങ്ങളെയൊക്കെ റസൂലുള്ളാഹിക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുത്തത് നിങ്ങളുടെ മാതാപിതാക്കളാണെങ്കിൽ ഖദ് സവ്വജനി അല്ലാഹു മിൻ ഫൗഖി സബ്ഇ സമാവാത്, 7 ആകാശങ്ങൾക്ക് മേലെ നിന്ന് അല്ലാഹുവാണ് എൻ്റെ വിവാഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയായി കഴിപ്പിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ റഹ്മാനായ റബ്ബ് നേരിട്ട് പരിശുദ്ധ ഖുർആനിലൂടെ ആ കാര്യം പറഞ്ഞു എന്നുള്ളതാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, സൈനബ് റളിയല്ലാഹു തആല അൻഹ തുസാവീനി ഫിൽ മൻസിലതി ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൻസിലത്തിൽ, സ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്നോട് എന്തൊരു പരിഗണനയായിരുന്നു ഉണ്ടായിരുന്നത്, ആ വിഷയത്തിൽ തുല്യ പദവിയായിരുന്നു സൈനബ് റളിയല്ലാഹു തആല അൻഹക്ക് ഉണ്ടായിരുന്നത്. മാത്രമല്ല പ്രധാനപ്പെട്ട 4 സ്വഭാവ ഗുണങ്ങൾ അവർക്ക് ഉണ്ടായിരുന്നു എന്നാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, മാ റഅയ്തു ഇംറഅതൻ, ഒരു സ്ത്രീയെയും ഞാൻ കണ്ടിട്ടില്ല ഖൈറൻ ഫിദ്ദീനി മിൻ സൈനബ്, ദീനിന്റെ വിഷയത്തിൽ ഇത്രയും ഖൈറായ മറ്റൊരു സ്ത്രീയെ എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല എന്നാണ്. അതിനുള്ള കാരണം എന്താണ്? ഒന്നാമത്തത് അത്ഖാലില്ലാഹ്, അല്ലാഹുവിനെ ഏറ്റവും അധികം ഭയപ്പെട്ട് ജീവിച്ച ആളാണ്. വഅസ്ദഖു ഹദീസൻ, അങ്ങേയറ്റം സത്യസന്ധയായിരുന്നു, ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ല, സത്യസന്ധതയ്ക്ക് നിരക്കാത്ത ഒരു നിലപാടും സ്വീകരിച്ചിട്ടില്ല. വഔസലു ലിർറഹിം, അങ്ങേയറ്റം കുടുംബബന്ധം ചേർക്കുന്ന ആളുമായിരുന്നു. ഈ 3 സ്വഭാവ ഗുണങ്ങൾ തന്നെ മതി ഒരാൾ മഹത്വത്തിലെത്താൻ. അതിൽ ഒന്നാമത് പറഞ്ഞത് അത്ഖാലില്ലാഹ്, അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുക. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും അക്രമായിട്ടുള്ളത്, അള്ളാഹു ആദരവ് നൽകുന്നത് കൂടുതൽ തഖ്വയുള്ളവർക്കാണെങ്കിൽ സൈനബ് റളിയല്ലാഹു തആല അൻഹ അങ്ങനെയുള്ള ഒരാളായിരുന്നു. മാത്രമല്ല വഅസ്ദഖു ഹദീസൻ, ഏറ്റവും സത്യസന്ധമായി സംസാരിച്ചിരുന്നു. അതേപോലെ തന്നെ കുടുംബബന്ധം ചേർക്കുക എന്നുള്ളത് മഹനീയമായ സ്വഭാവമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുസ്ലിമീങ്ങൾ ഒന്നടങ്കവും മുസ്ലിം സ്ത്രീകൾ പ്രത്യേകിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊണ്ടുകൊണ്ട് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് ജീവിക്കണം. മഹദിയായ സൈനബ് റളിയല്ലാഹു തആല അൻഹയുടെ മഹത്തായ സ്വഭാവത്തിൽ നിന്നും നാം പാഠം ഉൾക്കൊള്ളണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണം എന്ന് ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മുടെ ഉമ്മയായ സൈനബ് റളിയല്ലാഹു തആല അൻഹയുടെ അന്യമായ മറ്റൊരു സ്വഭാവത്തിൽപ്പെട്ടതായിരുന്നു ധാരാളമായി സ്വതക്ക ചെയ്യുകയും പാവങ്ങളെ സഹായിക്കുകയും ചെയ്തിരുന്നു. ആയിഷ റളിയല്ലാഹു തആല അൻഹ തന്നെ പറയുകയാണ്, മാ റഅയ്തു അഹദൻ അഅ്ളമ സദഖതൻ മിൻ സൈനബ്. സൈനബ് റളിയല്ലാഹു തആല അൻഹ സദഖ ചെയ്യുന്നത് പോലെ സദഖ ചെയ്യുന്ന മറ്റൊരാളെയും എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല എന്നാണ്. മാത്രമല്ല അത് അപ്രകാരമായിരുന്നു ചെയ്തിരുന്നത്. ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, കാനത് സവ്വാമതൻ ഖവ്വാമതൻ സനാഅ, ധാരാളം നോമ്പ് നോൽക്കുന്ന ആളായിരുന്നു, പതിവ്രതയായ നല്ല സ്വഭാവത്തിൻ്റെ സൽക്കർമ്മങ്ങളുടെ ഉടമയായിരുന്നു.
സ്വന്തം കൈകൊണ്ട് അധ്വാനിക്കുകയും ചെയ്തിരുന്നു. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നത് കാനത്ത് തഅമലു ബിയദിഹാ വതതസദ്ദഖ്, സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ചിട്ട് സദഖ ചെയ്യുമായിരുന്നു. അത് വളരെ വലിയൊരു കാര്യമാണ്. കൈകളിൽ എങ്ങനെയെങ്കിലും എത്തിയ പണമല്ല, മറിച്ച് ഒരു സ്ത്രീക്ക് സാധിക്കാവുന്ന ഇസ്ലാം അംഗീകരിച്ച രൂപത്തിലുള്ള ഇസ്ലാമിൻ്റെ മര്യാദകൾ പാലിച്ചുകൊണ്ടുള്ള ഏതൊരു ജോലിയും അത് ഇസ്ലാം അംഗീകരിക്കുന്നുണ്ട്. അവർക്ക് ആ നിലക്ക് സമ്പാദിക്കുകയും ചെയ്യാം. അങ്ങനെ സമ്പാദിച്ച് അതിൽ നിന്ന് സദഖ ചെയ്യുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റു ഭാര്യമാരോട് പറഞ്ഞിട്ടുള്ളത് അസ്റഉകുന്ന ലിഹാഖൻ ബി അത്വലുകുന്ന യദൻ, നിങ്ങളുടെ കൂട്ടത്തിൽ എൻ്റെ വഫാത്തിന് ശേഷം എൻ്റെ ഭാര്യമാരിൽ എന്നോട് ഏറ്റവും ആദ്യം വന്നു ചേരുക, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ സദഖ ചെയ്യുന്ന അവളാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഞങ്ങളുടെ കൈകൾ, കാരണം അത്വലുകുന്ന യദൻ എന്നാണ് പറഞ്ഞത്, ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ കൈകൾ നീട്ടി നോക്കി ആരുടെ കൈക്കാണ് കൂടുതൽ നീളമുള്ളത്. അള്ളാഹുവിൻ്റെ റസൂൽ അത് പ്രത്യക്ഷത്തിലാണ് പറഞ്ഞത് എന്നാണ് ഞങ്ങൾക്ക് തോന്നിയത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചതിന് ശേഷം പിന്നീട് ഭാര്യമാരിൽ ആദ്യം മരിക്കുന്നത് സൈനബ് റളിയല്ലാഹു തആല അൻഹയാണ്. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി അള്ളാഹുവിൻ്റെ റസൂൽ സദഖയാണ് ഉദ്ദേശിച്ചത്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും സദഖ ചെയ്യുന്ന ആൾ സൈനബ് റളിയല്ലാഹു തആല അൻഹയായിരുന്നു. നബിയിലേക്ക് ആദ്യം ചേർന്ന ഭാര്യയും സൈനബ് റളിയല്ലാഹു തആല അൻഹയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഉമ്മമാരാണവർ. അള്ളാഹുവിൻ്റെ റസൂലിൽ നമുക്ക് മാതൃകയുള്ളതുപോലെ തന്നെ നമ്മുടെ ഉമ്മമാരിൽ നമുക്ക് ഉത്തമമായ മാതൃകയുണ്ട്. ആ മാതൃക നാം സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.